ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ കടലിൽ മുങ്ങിപ്പോയ ഒരു പുരാതന ഇറ്റാലിയൻ നഗരം ഇനാരിയ ഇപ്പോൾ കടലിനടിയിൽ നിന്നും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു. ഇറ്റാലിയൻ ദ്വീപായ ഇഷിയയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം മാർഗനിർദ്ദേശമുള്ള അണ്ടർ വാട്ടർ ടൂറുകളിലൂടെ സന്ദർശകർക്ക് പര്യവേഷണം ചെയ്യാൻ ഒരു അപൂർവ അവസരം നൽകുന്നു. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർട്ടറോമാന ഉൾക്കടലിലെ ഈ പുരാതന അവശിഷ്ടങ്ങൾ നൂറ്റാണ്ടുകളായ അവശിഷ്ടങ്ങളുടെയും അഗ്നിപർവ്വത വസ്തുക്കളുടെയും പാളികൾക്കിടയിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പുരാതന തുറമുഖങ്ങൾ കാണാൻ സന്ദർശകർക്ക് ഇപ്പോൾ ഗ്ലാസ് അടുത്തിട്ടുള്ള ബോട്ട് സവാരികളിലൂടെയോ സ്നോർക്കലിംഗ് വിനോദയാത്രകളിലൂടെയോ നഗരം സന്ദർശിക്കാം. ഒരു കാലത്ത് തിരക്കേറിയ തുറമുഖവും വാണിജ്യ കേന്ദ്രവുമായിരുന്ന ഈ നഗരം AD 180-ൽ തെറ്റായോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനു ശേഷം പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് മറയപ്പെട്ടു. ഏകദേശം 2000 വർഷത്തോളം ഐനാരിയുടെ ഭൗതികമായ ഒരു സൂചനയും ലഭ്യമല്ലാതിരുന്നത് അതിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. നഗരത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആദ്യ സൂചനകൾ ലഭിക്കുന്നത് 1972-ൽ 2 സ്കൂബ ഡൈവർമാർ ഇഷിയയുടെ കിഴക്കൻ തീരത്ത് നിന്ന് റോമൻ കാലഘട്ടത്തിലെ മൺപാത്ര കഷ്ണങ്ങളും 2 ലെഡ് കട്ടകളും കണ്ടെത്തിയപ്പോഴാണ്.